എല്ലാവർക്കും നമസ്കാരം. ഞാൻ വരുൺ. വീൽസ് ആൻഡ് സ്പിൻസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് നിങ്ങൾ ഈ കാണുന്ന പോലെ ഒരു ലെജൻഡാണ്, ഹോണ്ട സിവിക് 2007. അപ്പോൾ നമുക്ക് കാറിൻ്റെ എക്സ്റ്റീരിയർ ഫീച്ചേഴ്സ് ഒക്കെ ഒന്ന് കണ്ടുനോക്കാം. ആദ്യം തന്നെ എടുത്ത് പറയേണ്ടത് ഇതിൻ്റെ ഒരു ബോണറ്റിൻ്റെ ഒരു ഏരിയ ആണ്. അത്യാവശ്യം നല്ല രീതിക്ക് പരന്ന് നടക്കുന്ന ഒരു ബോണറ്റാണ് ഈ കാറിന് കൊടുത്തിട്ടുള്ളത്. ഇവിടെയൊക്കെ നല്ല എയറോഡൈനാമിക്കലായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു ഫെൻഡറൊക്കെ കാണാൻ പറ്റും. ഗ്ലാസ് ഏരിയ അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു ഗ്ലാസ് ഏരിയ ആണ് ഈ കാറിന് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഡിസൈനൊക്കെ നോക്കിയേ, നല്ല ഡൈനാമിക്കലിയാണ് ഈ ഒരു ഡിസൈനൊക്കെ കൊടുത്തിട്ടുള്ളത്. ഇവിടെ വലിയ ഒരു ഹെഡ് ലാമ്പ് കാണാം, അതിനകത്ത് 2 സ്ലോട്ട് കാണാം. ഇത് ഹൈ ബീമും ഇത് നമ്മളെ നോർമൽ ലൈറ്റുമാണ്. ഇവിടെ ഇൻഡിക്കേറ്റർ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഹോണ്ടയുടെ വലിയൊരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. ഇത് നോർമൽ ഈ പോർഷനൊക്കെ നമ്മുടെ ക്രോം എലമെൻ്റ് ആയിട്ടാണ് വരുന്നത്, പക്ഷേ ഇത് ഞാൻ ബ്ലാക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഫോഗ് ലാമ്പ് കാണാൻ പറ്റും. നിങ്ങൾക്ക് ഇതിങ്ങനെ കാണുന്ന സമയത്ത് തന്നെ മനസ്സിലാക്കാൻ പറ്റും അത്യാവശ്യം നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് കുറഞ്ഞൊരു കാറാണിത്. അതുകൊണ്ട് തന്നെയാണ് ഇതിന് ആ ഒരു റോഡ് പ്രസൻസും കിട്ടുന്നത്. സൈഡിലോട്ട് വരികയാണെങ്കിൽ ഇവിടെ ഒരു 15 ഇഞ്ചിൻ്റെ അലോയ് വീൽ കൊടുത്തിട്ടുണ്ട്. ഇത് ഇതിൻ്റെ സ്റ്റോക്ക് വീൽസ് ആണ്. ഇവിടെ ഇൻഡിക്കേറ്റർ കാണാം, ബോഡി കളർഡ് മിറർ കാണാം. ഇത് നമുക്ക് ഉള്ളിൽ നിന്ന് സ്വിച്ച് വെച്ചിട്ട് ഫോൾഡ് ചെയ്യാൻ പറ്റും. പുതിയ കാറുകളിലൊക്കെ വരുന്ന ആ ഒരു ഫീച്ചർ ആ ഒരു കാലത്ത് തന്നെ ഹോണ്ട ഈ കാറിന് കൊടുത്തിട്ടുണ്ട്. ഇവിടെയൊക്കെ വലിയൊരു ഗ്ലാസ് ഏരിയ കാണാൻ പറ്റും, വലിയൊരു ഡോർ കാണാം. ഡോറിൻ്റെ ഹാൻഡിലിന് മുകളിൽ ഒരു ചെറിയൊരു ക്രോം ഫിനിഷൊക്കെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഭയങ്കര ഒരു പ്രീമിയംനെസ് തരുന്നുണ്ട്. ഇവിടെ ഒരു ക്രോം ലൈന് ഇങ്ങനെ റൺ ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. വീണ്ടും അലോയ് വീൽസ്. ബാക്കിലോട്ട് വരികയാണെങ്കിൽ ഞാൻ ഈ ഒരു ടെയിൽ ലൈറ്റ് 2007 മോഡലിൽ നിന്ന് പുതിയ അപ്ഡേറ്റഡ് വേർഷൻ, അതായത് 2011 മോഡലിലോട്ട് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെയൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ എക്സോസ്റ്റ് കാണാം. ഡബിൾ ബാരൽ എക്സോസ്റ്റ് ആണ്. ആ കാലത്ത് ഇങ്ങനെ ഒരു കാറിൽ ഒരു ഡബിൾ ബാരൽ എക്സോസ്റ്റ് ഒക്കെ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, എന്തൊരു സ്പോർട്ടിയാണതല്ലേ. അപ്പോൾ ഏറ്റവും എടുത്ത് പറയേണ്ട കാര്യം ഈ കാറിൻ്റെ ഒരു ബാക്കിലുള്ളൊരു വ്യൂവും അടിപൊളിയാണ്. രാത്രി കാലത്തൊക്കെ ലൈറ്റ് എടുക്കുക ഓണാക്കി പോകുന്ന സമയത്ത് ആ 4 ലൈറ്റ് ഇങ്ങനെ കത്തിക്കിടക്കുന്നതൊക്കെ കാണാൻ ഭയങ്കര ഒരു ഭംഗിയാണ്. പിന്നെ ഈ ഒരു സ്പോയിലർ ഞാൻ എക്സ്ട്രാ ആഡ് ചെയ്തതാണ്. അതുകൊണ്ട് ഇതിൻ്റെ ആസ്തറ്റിക് ലുക്സ് ഒന്നും കൂടെ നന്നായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ പുറമേയുള്ള ഫീച്ചേഴ്സ്. ഞാൻ ജസ്റ്റ് ഒറ്റ മിനിറ്റ് ഇതിൻ്റെ ട്രങ്ക് സ്പേസ് ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഇതാണ് ഇതിൻ്റെ ഒരു ട്രങ്ക് സ്പേസ് എന്ന് പറയാനുള്ളത്. ഞാൻ ആക്ച്വലി ഇതിൽ CNG ഫിക്സ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഇച്ചിരി സ്പേസ് പോയിട്ടുണ്ട്. ഇങ്ങനെയാണ് CNGയുടെ കിറ്റും ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്തത്. ഇത് CNG സ്റ്റോർ ആവുന്ന സിലിണ്ടറാണ്. ഇവിടെയായിട്ട് സ്പെയർ വീല് വരും. ബാക്കി നമ്മുടെ ജാക്കിയും കാര്യങ്ങളുള്ള ടൂൾസും കാര്യങ്ങളൊക്കെ എവിടെയാണ് വരുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു സ്പേസ്. CNG വെച്ചതിന് ശേഷം എനിക്ക് ഏകദേശം ഒരു നോർമൽ കാറിൽ, ഇപ്പോൾ നോർമൽ കാറുകളിൽ വരുന്ന ഏകദേശം ഒരു 200-250 ലിറ്റർ ബൂട്ട് സ്പേസ് എനിക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ പുറമേ വന്നിട്ടുള്ള ഫീച്ചേഴ്സ്. അപ്പോൾ നമുക്ക് അകത്ത് പോയിട്ട് കാറിൻ്റെ അകത്തുള്ള ഫീച്ചേഴ്സ് കാണാം. അപ്പോൾ നമുക്ക് കാറിൻ്റെ അകത്തോട്ട് കയറാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ കാറിൻ്റെ ഇൻറ്റീരിയർ വന്നിട്ടുള്ളത്. കാണുന്ന സമയത്ത് ഒരു കോക്പിറ്റിലൊക്കെ ഇരിക്കുന്ന പോലത്തെ ഒരു ഫീലാണ് നമുക്ക് കിട്ടുന്നത്. ആദ്യം തന്നെ എടുത്ത് പറയേണ്ടത്, ഞാൻ കാറൊന്ന് ഓൺ ചെയ്യാം, അപ്പോൾ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ഓക്കെ, അതൊന്ന് ഇവിടെയായിട്ട് ഒരു ടാക്കോമീറ്റർ സെറ്റപ്പ് കാണാം. അവിടെ ബാക്കി ഓഡോമീറ്ററും ട്രിപ്പും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. നമ്മുടെ ഗിയറിൻ്റെ പൊസിഷനിങ് ഇൻഡിക്കേറ്റേഴ്സൊക്കെ കാണാം. പിന്നെ സ്പോർട്സ് മോഡിലോട്ട് ഇടുകയാണെങ്കിൽ കൻ സീ ദ ഗിയർ പൊസിഷനൊക്കെ ഇവിടെ കാണാൻ പറ്റും നിങ്ങൾക്ക്. അതുപോലെ തന്നെ എല്ലാ വണ്ടിയുടെ വാർണിംഗ് ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഈ ഒരു ഡിസ്പ്ലേയിലാണ് വരുന്നത്. തൊട്ട് മുകളിലാണ് സ്പീഡോമീറ്റർ വരുന്നത്. ഞാൻ ഫോക്കസ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ കാണാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. നടുക്കാണ് സ്പീഡോമീറ്റർ കാണുന്നത്. ഈ സൈഡിലായിട്ട് ഇവിടെ നിങ്ങൾക്ക് ഹീറ്റിൻ്റെ ഗേജ് കാണാം. ഇവിടെയായിട്ട് ഫ്യൂവലിൻ്റെ ഗേജ് കാണാൻ പറ്റും. സ്റ്റിയറിംഗ് വീലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഭയങ്കര ഒരു സ്പോർട്ടി ആയിട്ടുള്ളൊരു സ്റ്റിയറിംഗ് വീലാണ് ഈ കാറിന് കൊടുത്തിട്ടുള്ളത്. ഇവിടെ നിങ്ങൾക്ക് പാഡിൽ ഷിഫ്റ്റേഴ്സ് കാണാൻ പറ്റും. ഇവിടെയാണ് വൈപ്പറിൻ്റെ നോബ്. ഇത് നമ്മുടെ ഇൻഡിക്കേറ്ററിൻ്റെ നോബ്. AC-യുടെ വെൻറ്റ് കാണാം. ഇത് നമ്മുടെ ഡിസ്പ്ലേ അഡ്ജസ്റ്റ് ചെയ്യാനും റീസെറ്റ് ചെയ്യാനുള്ളൊക്കെ ഉള്ളൊരു സ്വിച്ചസ് ആണ്.
ഈ താഴെ അഡീഷണൽ കാണുന്നത് നമ്മുടെ CNG ഒരു ഫങ്ഷണൽ കീ ആണ്. ഇത് CNG ലെവലും ഇത് അതിൻ്റെ CNG സ്വിച്ച് ചെയ്യാനും CNG നിന്ന് പെട്രോളിലോട്ട് സ്വിച്ച് ചെയ്യാനും CNG ഓഫ് ചെയ്യാനൊക്കെ ഉള്ളൊരു സ്വിച്ചാണ്. ഇത് നമ്മൾ അഡീഷണൽ ഒരു പാർക്കിംഗ് സെൻസർ കൊടുത്തിട്ടുണ്ട് ഫ്രണ്ടിൽ, അത് ഓൺ ഓഫ് ചെയ്യാനുള്ളൊരു സ്വിച്ചാണ്. ഇത് നമ്മുടെ ഹെഡ് ലാമ്പിൻ്റെ അഡ്ജസ്റ്റിംഗ് സ്വിച്ചാണ്. ഡോർ പാഡ്സിലേക്ക് വരികയാണെങ്കിൽ ഇതൊക്കെ നമ്മുടെ ഒരു ലെതർ ഫിനിഷിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെയായിട്ട് നമ്മുടെ മിററിൻ്റെ കൺട്രോൾ സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം മിറർ ഇപ്പോൾ ഓട്ടോ ഫോൾഡായി. ഓക്കെ, ഇത് നമ്മുടെ ബാക്കി വിൻഡോൻ്റെ കൺട്രോൾ സ്വിച്ചസ് ആണ് ഇവിടെ വരുന്നത്. നല്ല സ്പോർട്ടി ആയിട്ടുള്ള ഒരു ഡോർ ഹാൻഡിലൊക്കെ കാണാൻ പറ്റും. പിന്നെ എടുത്തു പറയേണ്ടത് ഇവിടെ ഒരു വാനിറ്റി മിറർ കാണാം. ഇവിടെ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. വീണ്ടും ഒരു വാനിറ്റി മിറർ. ആ സൈഡിലോട്ടൊക്കെ ഒന്ന് നോക്കിയൊക്കെ ഭയങ്കര ഒരു സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു കാറാണ് ഈ ഹോണ്ട സിവിക്. ഇവിടെ ഒരു വലിയ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. ഇത് കാറിന് ഇവിടെ വരുന്നതല്ല, ഞാൻ അഡീഷണൽ ആയിട്ട് ഫിക്സ് ചെയ്തതാണ്. ഇവിടെയാണ് നമ്മുടെ AC കൺട്രോൾ സ്വിച്ചസ് വരുന്നത്. ഇത് AC ഡിസ്പ്ലേ ഇവിടെ വരുന്നുണ്ട്. ഇത് നമ്മുടെ ഫാൻ സ്പീഡ് കൂട്ടാനും കുറയ്ക്കാനുള്ള നോബാണ്. ഇത് നമ്മുടെ ടെമ്പറേച്ചർ കൂട്ടാനും കുറയ്ക്കാനുള്ളൊരു നോബാണ്. ഇത് നമ്മുടെ ഹസാർഡ് ലൈറ്റിൻ്റെ സ്വിച്ചാണ്. ഇത് നമ്മുടെ ട്രാൻസ്മിഷൻ്റെ ലിവറാണ്. ഇത് നമ്മുടെ പാർക്കിംഗ് ബ്രേക്കിൻ്റെ ലിവറാണ്. ഇവിടെയൊക്കെ സ്റ്റോറേജ് സ്പേസസ് ഉണ്ട്. ഇത് ഞാൻ ടിഗ്വാൻ്റെ വീഡിയോയിൽ പറഞ്ഞ പോലെ പോപ്പപ്പ് ചെയ്യുന്ന നമ്മുടെ ഒരു കപ്പ് ഹോൾഡർ സ്പേസാണ്. ഇവിടെ അടിപൊളി ഒരു ആംറസ്റ്റ് കൊടുത്തിട്ടുണ്ട്. നല്ല സ്പേഷ്യസ് ആണ്. ഈ കാറിൽ ഒരുപാട് സ്റ്റോറേജ് സ്പേസസ് കൊടുത്തിട്ടുണ്ട്. അത് വലിയൊരു സംഭവമായിട്ട് എനിക്ക് തോന്നുന്നു. നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. ഒരുപാട് കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാനുള്ളൊരു സ്പേസ് ഈ കാറിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ഇവിടെ ഒരു 12 വോൾട്ട് ചാർജിങ് പോർട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഫ്രണ്ടിൽ വന്നിട്ടുള്ള കാര്യങ്ങൾ. സീറ്റ്സിനെ കുറിച്ച് പറഞ്ഞില്ല. അപ്പോൾ സീറ്റ്സ് എന്ന് പറഞ്ഞാൽ അടിപൊളി ബക്കറ്റ് സീറ്റ്സാണ് ഈ കാറിന് കൊടുത്തിട്ടുള്ളത്. ഭയങ്കര കംഫർട്ടബിളാണ് ഈ സീറ്റ്സിൽ ഇരിക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ലൊരു സോഫയൊക്കെ പോലെ ഉണ്ടല്ലേ കാണാൻ വേണ്ടിയിട്ട്. നല്ല അടിപൊളി എന്താണെന്ന് പറയുക, സൈഡ് സപ്പോർട്ടും തൈ സപ്പോർട്ടൊക്കെ ഉള്ള ഒരു അടിപൊളി സീറ്റാണ് ഈ കാറിന് കിട്ടിയിട്ടുള്ളത്. ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. അതിൽ ഞാൻ കുറേ കച്ചറിയും ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫ്രണ്ടിൽ വന്നിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ബാക്കിൽ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം, വാ. അപ്പോൾ ഇതാണ് നമ്മുടെ ഹോണ്ട സിവിക്കിൻ്റെ ബാക്ക് റോ. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാക്ക് റോ ആണ് നമ്മുടെ ഹോണ്ട സിവിക്കിന് കിട്ടിയിട്ടുള്ളത്. നല്ല തൈ സപ്പോർട്ടും നല്ല ഒരു കുഷനിങ് ഒക്കെ ഉള്ളൊരു ഭയങ്കര ഒരു സോഫ കൈൻഡ് ഓഫ് സീറ്റാണ് ഈ കാറിന് കൊടുത്തിട്ടുള്ളത്. ഭയങ്കര കംഫർട്ടബിളാണ് ബാക്കിലിരിക്കാൻ വേണ്ടിയിട്ട്. അത്യാവശ്യം നല്ല നീ റൂമുണ്ട്. നമ്മൾ ഉള്ളിലോട്ട് അധികം നന്നായിട്ട് കയറിയിട്ടാണ് ഇരിക്കുന്നതുണ്ടാവുക. അപ്പോൾ നീയൊന്നും ഫ്രണ്ടിൽ തട്ടാനുള്ള ചാൻസസ് ഇല്ല. ഞാനിപ്പോൾ അത്യാവശ്യം സീറ്റൊക്കെ ബാക്കിലോട്ട് റിക്ലൈൻ ചെയ്ത് ഇട്ടിട്ടാണുള്ളത്. ഇവിടെയായിട്ടൊരു ആംബ്രഷ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ലക്ഷറി കാറുകൾക്ക് മാത്രം കണ്ടുവരുന്ന ചില സംഭവങ്ങളൊക്കെ ആ കാലത്ത് ഈ ഒരു കാറിന് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു മീഡിയ കൺട്രോളൊക്കെ കൊടുത്തിട്ടുണ്ട് ബാക്കിലിരിക്കുന്ന ആൾക്ക്. ഇവിടെ ചെറിയൊരു സ്റ്റോറേജ് സ്പേസും ഉണ്ട്. ഇവിടെ ഒരു ഹെഡ് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അവിടെ ഒരു ഹെഡ് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. നടുക്ക് ഇരിക്കുന്ന ആൾക്ക് അങ്ങനെ ഹെഡ് റെസ്റ്റ് ഒന്നുമില്ല. എനിക്ക് തോന്നുന്നു ഈ കാറ് ബാക്ക് രണ്ടാൾക്ക് ഇരിക്കാനുള്ളൊരു രീതിയിലാണ് ഡിസൈൻ ചെയ്തത്. പക്ഷേ നടുക്ക് ഒരാൾക്ക് വേണമെങ്കിൽ ഇരിക്കാം. അങ്ങനെ ഒരു സെൻട്രൽ ടണൽ പോലുള്ള കാര്യങ്ങളൊന്നുമില്ല. നല്ലൊരു സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ബാക്ക് റോ ആണ് ഈ കാറിന് കൊടുത്തിട്ടുള്ളത്. സൈഡിലോട്ട് വരികയാണെങ്കിൽ നേരത്തെ പറഞ്ഞ ഒരു ലെതർ ഫിനിഷ് ഇവിടെ കാണാൻ പറ്റും. ആക്ച്വലി ഈ കാറിന് സീറ്റ്സൊക്കെ വന്നത് ഒരു ക്ലോത്ത് കൈൻഡ് ഓഫ് മെറ്റീരിയലാണ് വന്നത്. ഞാനിപ്പോൾ സീറ്റ് കവർ ചേഞ്ച് ചെയ്ത സമയത്ത് ലെതറിലോട്ട് മാറ്റുകയാണ്. ഇവിടെ ഒരു സോഫ്റ്റ് ആയിട്ടുള്ളൊരു ലെതർ കൈൻഡ് ഓഫ് മെറ്റീരിയൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ ഒരു വലിയൊരു സ്റ്റോറേജ് സ്പേസ് കാണാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് ബാക്കിൽ വന്നിട്ടുള്ളത്. ബാക്കി കാര്യങ്ങൾ നമുക്ക് വണ്ടി ഓടിച്ചുകൊണ്ട് പറയാം, വാ. അപ്പോൾ നമ്മൾ കാറ് ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കിതൊരു യൂസർ റിവ്യൂ ആയിട്ട് കണക്കാക്കാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ കാറിൻ്റെ തന്നെ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ കാറ് വാങ്ങിയിട്ട് ഏകദേശം 2-2.5 കൊല്ലമായി. എന്തുകൊണ്ട് ഈ കാറ് വാങ്ങി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് 2-3 റീസൺസ് ഉണ്ട്. ഒന്ന് മെയിൻ ആയിട്ടുള്ളൊരു റീസൺ എന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു പെർഫോമൻസ് കൊണ്ട് തന്നെയാണ്. ഇതിൽ വരുന്നത് ഒരു 1.8 ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് IVTEC എഞ്ചിനാണ്, അതും പെട്രോൾ. അതിൻ്റെ ഒരു പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്തൊരു പെർഫോമൻസാണ്. ഏകദേശം ഈ ഒരു എൻജിൻ 130 bhp പവറും ഏകദേശം 172 ന്യൂട്ടൺ മീറ്റർ ടോർക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒന്ന് നമ്മൾ നോർമലി ഓടിച്ചു കഴിഞ്ഞാൽ വളരെ നോർമലായിട്ട് ഒരു ഇന്നോവയിലൊക്കെ ഇരിക്കുന്നതിലുള്ളൊരു സുഖത്തിൽ നമുക്ക് ഈ കാർ ഓടിച്ചു പോകാൻ പറ്റും. ഒന്ന് കാല് പെഡൽ ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പിടിച്ചാൽ കിട്ടില്ല. നല്ല റോക്കറ്റൊക്കെ പോകുന്ന നല്ല പടപട പൊട്ടിച്ചുകൊണ്ട് നമുക്ക് ഈ കാർ ഓടിക്കാൻ പറ്റും.
അപ്പോൾ നമുക്കൊന്ന് സ്പോർട്സ് മോഡിലേക്ക് ഇട്ടിട്ട് ഒന്ന് കാല് ഓട്ടി നോക്കാം. സ്പോർട്സ് മോഡിലേക്ക് തട്ടി ഫസ്റ്റിലേക്ക് ഇട്ടു. സെക്കൻഡ് ഗിയറിലാണ് ഇപ്പോൾ പോയത് മൊത്തം. അതുകൊണ്ടാണ് മെയിനായിട്ട് ഞാൻ ഈ കാറ് വാങ്ങാനുള്ളൊരു കാര്യം. പിന്നെ ഒരു കാര്യം കൂടിയുണ്ട്, ഇതിൽ വരുന്നത് എൻ്റെ ഈ ഒരു കാറ് എന്ന് പറഞ്ഞ ഒരു ഓട്ടോമാറ്റിക് കാറാണ്. അപ്പോൾ അതിൽ വരുന്നത് ഒരു ടോർക്ക് കൺവേർട്ടറാണ്, 5 സ്പീഡ് ടോർക്ക് കൺവേർട്ടറാണ്. അത് കൂടാണ്ട് പാഡിൽ ഷിഫ്റ്റ്, ഇതൊരു സ്പോർട്സ് ഓപ്ഷനുള്ളൊരു കാറാണ്, സ്പോർട്സ് വേരിയൻറ്റിൽ വന്നിട്ടുള്ള കാറാണ്. അതുകൊണ്ട് പാഡിൽ ഷിഫ്റ്റും കൂടിയുണ്ട്. അതുകൊണ്ട് നമുക്കത് മാനുവൽ രീതിയിൽ വേണമെങ്കിൽ അങ്ങനെ ഓടിക്കാം, ഇല്ലെങ്കിൽ നമുക്ക് നോർമൽ ഓട്ടോമാറ്റിക് ഓടിക്കുന്ന പോലെ ഓടിക്കാം. എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഈ ഒരു ടോർക്ക് കൺവേർട്ടർ പ്ലസ് ഈ ഒരു 1.8 IVTEC എഞ്ചിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അടിപൊളി കോമ്പിനേഷൻ തന്നെയാണ്. അതാണ് എന്നെ മെയിനായിട്ട് ഈ കാറ് വാങ്ങാനുള്ളൊരു ഒരു കാര്യം. രണ്ടാമത്തെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ലുക്സാണ്. ലുക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, പല ആംഗിളിൽ പല രീതിയിലുള്ള ഒരു ലുക്കാണ്. ചില സമയം നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര സെറ്റിലായിട്ടുള്ള ലുക്കാണ്, ചില ആംഗിളിൽ നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര ഷാർപ്പായിട്ടുള്ള ലുക്കാണ്. ഇപ്പോൾ ഏകദേശം 16-17 വർഷം കഴിഞ്ഞിട്ടും ഈ കാറിന് ഒരു രക്ഷയില്ലാത്ത റോഡ് പ്രസൻസ് ഉണ്ട്. നമ്മൾ കാറും കൊണ്ട് പുറത്ത് പോയി കഴിഞ്ഞാൽ ഇപ്പോഴും ആൾക്കാർ ഒരു ഗ്ലാൻസ് തരുന്നുണ്ട്. അപ്പം അത് ഒരു രക്ഷയില്ലാത്തൊരു സംഭവം തന്നെയാണ്. നമ്മൾ ചില സ്ഥലത്തൊക്കെ പാർക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിള്ളേരൊക്കെ വന്നിട്ട് വണ്ടി കൊടുക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പം അത്രയും ഒരു വാല്യൂ ഈ കാറിന് കിട്ടുന്നുണ്ട്. അപ്പോൾ ചിലവരൊക്കെ ഇത് ഭയങ്കര വലിയ രീതിയിൽ നല്ല ട്രാൻസ്ഫോമറിൻ്റെ ഒക്കെ കാറ് പോലെ മോഡിഫൈ ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ എനിക്കിത് ഭയങ്കര എന്താണെന്ന് പറയുക, നമ്മുടെ മ്യൂഗൻ്റെ FD2R ഒക്കെ പോലെയുള്ള ഒരു സ്റ്റോക്ക് കണ്ടീഷനിൽ കൊണ്ട് നടക്കാനാണ് എനിക്കിഷ്ടം. അതുകൊണ്ട് ഞാൻ അധികം മോഡിഫിക്കേഷനോ കാര്യങ്ങളൊന്നും ചെയ്തില്ല. ഞാൻ ആകെ ചെയ്തിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിൽ ചെറിയൊരു സ്പോയിലർ വെച്ചു. അപ്പോൾ അത് എന്താണെന്ന് പറയുക, അത് ഇതിൻ്റെ ഒരു ആസ്തറ്റിക് ലുക്ക് ഒന്ന് കൂട്ടിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ രണ്ടാമത്തെ കാര്യം അതായി. പിന്നെ ഇതൊരു ജപ്പാനീസ് കാറായതുകൊണ്ട് ഭീകരമായ മെയിൻ്റനൻസ് കാര്യങ്ങളൊന്നും വരില്ല എന്ന് ഉള്ളൊരു കാര്യം കൊണ്ടാണ് ഞാനിത് വാങ്ങിയത്, ഇതിൻ്റെ ഒരു റിലയബിലിറ്റി ഫാക്ടർ നോക്കിയിട്ട്. പക്ഷേ അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും മെയിൻ്റനൻസ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ, മെയിൻ്റനൻസ് അങ്ങനെ വരൽ ചാൻസസ് വളരെ കുറവാണ്. പക്ഷേ മെയിൻ്റനൻസ് എന്തെങ്കിലും ഒരു മെയിൻ്റനൻസ് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ കാശ് കിട്ടും. പിന്നെ ഇതിൻ്റെ പാർട്സ് ഒന്നും അങ്ങനെ റെഡിലി അവൈലബിൾ ആയിരിക്കണം എന്നില്ല. പല പാർട്സുകൾ, ഒരു പ്രാവശ്യം ഇതിൻ്റെ ഫാൻ കംപ്ലൈൻറ്റ് വന്നു, അതായത് നമ്മുടെ റേഡിയേറ്റർ ഫാൻ, അത് തപ്പി നടന്നിട്ട് നമ്മൾ മംഗലാപുരം മുതൽ ഡൽഹി വരെ വിളിച്ചിട്ട് ചില സ്ഥലത്തൊക്കെ ഉണ്ട്, പക്ഷേ അത് ഡെലിവറി ചെയ്യുന്നില്ല, ചില സ്ഥലത്ത് സാധനമില്ല, എത്തിച്ചേരാം, അങ്ങനെയുള്ള രീതിയിലുള്ള ഒരു പ്രശ്നം ഇതിൻ്റെ സർവീസുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഈ വണ്ടി എല്ലാവരും പിടിച്ച് സർവീസൊന്നും ചെയ്യുന്നില്ല. അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയാം. ചിലപ്പോൾ ഓട്ടോമാറ്റിക് ആയതുകൊണ്ടായിരിക്കാം. വേറെ ആ ഒരു സ്പെയർ പാർട്സിൻ്റെ കോസ്റ്റ് ഒഴിച്ച് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി റിലയബിലിറ്റി കൈൻഡ് ഓഫ് സ്റ്റഫെല്ലാം ഓക്കെയാണ്. പിന്നെ ഒരു പ്രശ്നം ഈ വണ്ടിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ മൈലേജാണ്. മൈലേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു സ്ട്രെയിറ്റ് ഹൈവേസിലൊക്കെ ഓടിച്ചു കഴിഞ്ഞാൽ മാക്സിമം എനിക്ക് കാറിൽ കിട്ടിയിട്ടുള്ള ഒരു മൈലേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10 km/ലിറ്റർ ഒക്കെയാണ്. അതേസമയം നമ്മൾ സിറ്റിയുടെ അകത്തൊക്കെ ഒരു നോർമൽ ട്രാഫിക്കിലൊക്കെ ഓടിക്കുകയാണെങ്കിൽ ഒരു 7 to 8 ഒക്കെ കിട്ടും. നല്ല മോശം ബാംഗ്ലൂർ പോലെയുള്ള ഒരു സിറ്റിയിലുള്ള ഡെഡ് ട്രാഫിക്കിലൊക്കെ ഓടിക്കുകയാണെങ്കിൽ 5 to 6, 4 ഒക്കെ കിട്ടിയ അവസ്ഥയുണ്ട്. അപ്പം മൈലേജ് വൻ ശോകം തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇതിൽ ഒരു CNG കിറ്റ് കൊടുത്തിട്ടുള്ളത്. ലൊവേറ്റോയുടെ ഒരു CNG കിറ്റ് ഞാൻ ഇതിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. CNG കിറ്റ് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം എനിക്ക് ഏകദേശം ഒരു 10 to 12 കിലോമീറ്റർ വരെ സിറ്റിയുടെ ഉള്ളിൽ മോശം ട്രാഫിക് ആണെങ്കിലും കിട്ടുന്നുണ്ട്. പിന്നെ അതിശയിപ്പിച്ചൊരു മൈലേജ് എന്ന് പറഞ്ഞാൽ അത് ഞാൻ അതിന് ഒരു സെപ്പറേറ്റ് വീഡിയോ ഇട്ടിട്ടുണ്ട്. ഏകദേശം ഒരു 20 to 22 കിലോമീറ്റർ ഒരു പെർ ലിറ്ററിൻ്റെ ഒരു കാൽക്കുലേഷനിൽ എനിക്ക് ഈ കാറിൽ ലോങ് ഡ്രൈവ്സിൽ കിട്ടിയിട്ടുണ്ട്. അതിനൊരു സെപ്പറേറ്റ് വീഡിയോ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് അതിൻ്റെ ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് മൈലേജ് ഫിഗേഴ്സ്. പെട്രോളിൽ വളരെ ശോകമാണ്. CNG ആക്കിയ പിന്നെ നല്ല രീതിയിലുള്ള ഒരു മൈലേജ് ഫിഗേഴ്സ് കിട്ടുന്നുണ്ട് കാറിൽ. പിന്നെ ഇതിനൊരു പോരായ്മ എന്ന് പറയാൻ പറ്റില്ല. അത് ഒരു സൈഡിൽ വളരെ നല്ലൊരു കാര്യമാണ്, ഒരു സൈഡിൽ ഭയങ്കര പോരായ്മയായിട്ടും തോന്നുന്നുണ്ട്. അതായത് ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് കുറഞ്ഞതുകൊണ്ട്
ഈ കാറിൻ്റെ റോഡ് പ്രസൻസ് ഒരു രക്ഷയില്ലാത്ത റോഡ് പ്രസൻസ് ആണ്. ഭയങ്കര പതുങ്ങിയിരുന്ന് ഒരു സ്പോർട്സ് കാർ വരുന്ന രീതിയിലുള്ളൊരു അപ്പീലാണ് നമുക്ക് റോഡിൽ കിട്ടുന്നത്. അത് ഇതിൻ്റെ ഒരു ആസ്തറ്റിക് സംഭവങ്ങളിലെല്ലാം വളരെ ഒരു ഉപകാരം ചെയ്യുന്നുണ്ട്. അതേസമയം വളരെ മോശം റോഡുകൾ ഇല്ലെങ്കിൽ വളരെ മോശം ഹംസൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടി അടി തട്ടും. എൻ്റെ ഫ്രണ്ട് ബമ്പർ നിങ്ങൾ ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഫ്രണ്ട് ബമ്പറൊക്കെ ഭയങ്കര മോശമായിട്ട് അടി തട്ടിയിട്ടുണ്ട്. അതൊക്കെ നമ്മുടെ ബാംഗ്ലൂരും നമ്മുടെ കേരളത്തിലേക്കുള്ള മോശം റോഡുകളിലൊക്കെ ഇങ്ങനെ ഡിപ്പ് ചെയ്തിട്ട് തട്ടി പൊട്ടിയിട്ടുള്ള അവസ്ഥയാണ്. അപ്പം അതിന് 2 വശങ്ങളുണ്ട്. അതൊരു എന്താ പറയുക, അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ആയിട്ട് നമുക്കത് പറയാം. വേറെ എടുത്ത് പറയാനുള്ളൊരു കാര്യം ഇതിൻ്റെ കംഫർട്ടാണ്. നല്ല അടിപൊളി കംഫർട്ടാണ്. ഞങ്ങൾ അത്യാവശ്യം നല്ല ലോങ് ഡ്രൈവ്സൊക്കെ ചെയ്തിട്ടുണ്ട് ഈ കാറിൽ. നല്ല കംഫർട്ടാണ് ഈ കാറിൽ പോകാൻ വേണ്ടിയിട്ട്. നമ്മൾ അറിയില്ല. ഇതിന് ആക്ച്വലി നല്ല ഓപ്പൺ ആയിട്ടുള്ള നല്ല ഹൈവേസ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇത് എക്സ്ട്രീംലി നമുക്കൊരു പ്ലഷർ തരുന്ന കൈൻഡ് ഓഫ് ഡ്രൈവിംഗ് ആണ് ഈ കാറിൽ കിട്ടുന്നത്. ഡ്രൈവിംഗ് മാത്രമല്ല, വണ്ടിയിൽ ഇരിക്കുന്നവർക്കും ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു കാറാണ് ഹോണ്ട സിവിക്. പിന്നെ ഇത് ഇന്നത്തെ കാലത്ത് ഇറക്കിയിട്ട് ചിലപ്പം ഇതിൽ ഞാൻ പറഞ്ഞിട്ടുള്ള ആ ഫീച്ചേഴ്സൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് വലിയൊരു സംഭവം ആവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ആവില്ല. കാരണം ഇന്നത്തെ കാറുകൾ ഇതിനേക്കാളും അടിപൊളി എക്യുപ്മെൻറ്റ്സ് ഒക്കെ ആയിട്ട് വരുന്നുണ്ട്, വെൽ എക്യുപ്ഡ് ആയിട്ട് വരുന്നുണ്ട്. പക്ഷേ നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2007 അല്ലെങ്കിൽ 2006 ഇത് ആക്ച്വലി പുറത്ത് വന്നത്. 2006-2007 തൊട്ട് 2011 വരെ ഈ കാർ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. ആ ഒരു സമയത്ത് ഇത്രയും ഒരു ഇൻറ്റീരിയർ എന്താ പറയുക ക്വാളിറ്റിയും ഇതിൻ്റെ ഇത്രയും ഒരു പെർഫോമൻസ് ഒക്കെ ഉള്ള ഒരു കാറ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. എത്ര ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ളൊരു കാറാണ് നമ്മുടെ ഹോണ്ട സിവിക്. അതാണ് ഇതിൻ്റെ ഒരു എന്താണെന്ന് പറയുക, നമ്മൾ ഇപ്പോഴും ആൾക്കാർ ഇത്രയും കോസ്റ്റ്ലി ആണ് ഇല്ലെങ്കിൽ ഇത്രയും മെയിൻറ്റെയിൻ ചെയ്യാൻ അത് കൊണ്ടു നടക്കാനൊക്കെ ഇത്രയും കോസ്റ്റ്ലി ആയിട്ട് കൂടി ആൾക്കാർ ഈ സാധനം വാങ്ങി കയ്യിൽ വെക്കാനുള്ള ഒരു കാരണം അത് തന്നെയാണ്. ഇപ്പം പണ്ട് രാജ്ദൂതിൻ്റെ ഒക്കെ കാര്യം പറഞ്ഞല്ലോ. രാജ്ദൂത് ഒരു കാലത്ത് ആർക്കും വേണ്ടാത്തൊരു സാധനമായിരുന്നു. RD350 ഒക്കെ ആൾക്കാർ എനിക്കറിയുന്ന കുറേ ആൾക്കാർ 50,000-നും 60,000-ൊക്കെ വിറ്റ് ഒഴിവാക്കിയ വണ്ടിയായിരുന്നു രാജ്ദൂത്. ഇപ്പം അതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2.5 lakhs പൊട്ടിപ്പൊളിഞ്ഞ വണ്ടിയൊക്കെ കാണുന്നുണ്ട്. എബോവ് 3.5-4 lakhs ഒക്കെയാണ് രാജ്ദൂതിൻ്റെ പ്രൈസ്. ചിലപ്പോൾ ഏതെങ്കിലും ഒരു കാലത്ത് ഇത് ആ ഒരു റേഞ്ചിലേക്ക് മാറിയേക്കാം, പറയാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു വാല്യൂ കണ്ടിട്ടായിരിക്കാം, ഇല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഡ്രൈവ് ചെയ്യുമ്പോൾ ഒരു പ്ലഷർ കൊണ്ടായിരിക്കാം ആൾക്കാർ ഇപ്പോഴും ഇതിന് മുകളിൽ ചാടി വീഴുന്നുണ്ട്. അതാണ് അങ്ങനെയാണ് ഞാനും ഇതിൻ്റെ മുകളിലോട്ട് ചാടി വീണത്. പിന്നെ ഇതിൻ്റെ സ്പീക്കർ സിസ്റ്റം ഇല്ലെങ്കിൽ ഇതിൻ്റെ ഇൻഫർടൈൻമെൻറ്റ് സ്റ്റോക്കിൽ വരുന്നത് ഭയങ്കര ബേസിക് ആയിട്ടുള്ളൊരു സാധനമാണ്. പക്ഷേ നല്ല എന്താണെന്ന് പറയുക, അത്യാവശ്യം നല്ല ഒരു സൗണ്ട് ക്വാളിറ്റിയൊക്കെ തരുന്ന ഒരു സിസ്റ്റം ആയിരുന്നു അത്. എനിക്ക് കുറച്ചും കൂടെ നല്ലൊരു സിസ്റ്റം വേണമെന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ ഒരു ഡിസ്പ്ലേ ഇതിൽ ഫിക്സ് ചെയ്തത്. ഇതിൽ വരുന്നത് 4 സ്പീക്കേഴ്സും 2 ട്യൂട്ടേഴ്സാണ്. അത്യാവശ്യം നല്ല അടിപൊളി സൗണ്ട് ക്വാളിറ്റിയാണ്. ഞാൻ റീസെൻ്റ്ലി ജിംനി വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം ജിംനിയിൽ പോലും എനിക്ക് ഈ ഒരു സൗണ്ട് ക്വാളിറ്റി കിട്ടുന്നില്ല. അപ്പോൾ ആ ഒരു സമയത്ത് ഹോണ്ട അത്രയും ക്വാളിറ്റിയുള്ള സാധനങ്ങളൊക്കെയാണ് ഈ കാറിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ പല പാർട്സും ഈവൻ ഇതിൻ്റെ ട്രാൻസ്മിഷൻ സെലക്ടർ സീലൊക്കെ ഉണ്ട്. അതൊക്കെ വരുന്നത് കംപ്ലീറ്റ്ലി ജപ്പാനിൽ നിന്നാണ്. ഇതിൻ്റെ തായ്വാൻ മെയ്ഡ് ഡ്യൂപ്ലിക്കേറ്റ് സാധനം, ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറയാൻ പറ്റില്ല, സെക്കൻഡ് ക്വാളിറ്റി സാധനങ്ങളൊക്കെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇവിടെ എത്ര പേര് ഉണ്ടെന്ന് അറിയില്ല. ഞാൻ മോസ്റ്റ് ഓഫ് ദ സാധനം കൊണ്ടുവരുന്നതൊക്കെ ഷാർജ പോലെയുള്ള സ്ഥലങ്ങളിലാണ്. ഷാർജയിൽ ഒരു അംബാസഡർ ഹോണ്ടൊക്കെ ഉണ്ട്. അവിടെയൊക്കെ നമുക്ക് തായ്ലാൻഡ് ഇമ്പോർട്ടഡ് ഇതിൻ്റെ സ്പെയർസൊക്കെ കിട്ടും. ഇല്ലെങ്കിൽ അവിടുന്ന് തന്നെ നമുക്ക് കുറച്ചും കൂടെ എന്താണെന്ന് പറയുക റീസണബിൾ ആയിട്ടുള്ള പ്രൈസിൽ നമ്മുടെ ജപ്പാനിൽ നിന്നൊക്കെ വരുന്ന പാർട്സൊക്കെ കിട്ടും. അങ്ങനെ ഒരുപാട് സാധനങ്ങളൊക്കെ ഞാൻ അങ്ങനെയാണ് സോഴ്സ് ചെയ്യുന്നത്. ഇവിടെ ബാംഗ്ലൂർ വന്ന പിന്നെ കുറച്ച് സാധനങ്ങൾ പറഞ്ഞാൽ ഫെൻഡർ പോലെയുള്ള, അതായത് നമ്മുടെ മഡ് ഗാർഡ് പോലെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് വാങ്ങാൻ പറ്റിയിട്ടുണ്ട്. അല്ലാതെ മെയിൻ പാർട്സ് ഒന്നും ഇവിടുന്ന് എനിക്ക് അങ്ങനെ അവൈലബിൾ ആയിട്ട് തോന്നിയിട്ടില്ല. അങ്ങനെ ആർക്കെങ്കിലും ഈ ഇതിൻ്റെ പാർട്സൊക്കെ കിട്ടുന്ന സ്ഥലങ്ങൾ അറിയെങ്കിലും പ്ലീസ് കമൻറ്റ് ഇൻ അവർ വീഡിയോ. ഇറ്റ് വിൽ ബി ഹെൽപ്ഫുൾ ഫോർ അസ് ആസ് വെൽ ആസ് അവർ വ്യൂവേഴ്സ്. പിന്നെ അപ്പം ഇതാണ് ഇതിൻ്റെ ഒരു എന്താ പറയുക മൊത്തത്തിലുള്ള സിവിക്ക് ഓൺ ചെയ്യാനും ഡ്രൈവ് ചെയ്യാനുള്ളൊരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ കൂടുതൽ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ പ്ലീസ് കീപ് വാച്ചിങ് ആൻഡ് സപ്പോർട്ടിങ് അസ്. താങ്ക് യു ഫോർ ഓൾ യുവർ സപ്പോർട്ട് ആൻഡ് ലവ്. താങ്ക് യു സോ മച്ച്.